ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു 8 മത്തി നല്ല കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വരഞ്ഞത് മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ: ഒരു 12 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 3 ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്കിത് ചായച്ചെടുക്കണം. ഒരു 8 അല്ലി വെളുത്തുള്ളി, അതായത് 1 കുടം വെളുത്തുള്ളിയാണിത്. ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുക്, ഉലുവ, ലാസ്റ്റ് ചേർക്കാൻ കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ വാട്ടർ, വെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ്. ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്, അതായത് ബ്രൗൺ കളറിലെ സോൾട്ട്, പിങ്ക് കളർ. പിന്നെ വേണ്ട മസാലപ്പൊടികൾ: ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കൂടുതൽ വേണം, കാരണം നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്, മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് ഇതിന് ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ബ്രഷ് എടുത്ത് വെളിച്ചെണ്ണ നമുക്ക് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അത് ഇതിലൊന്ന് മൂക്കട്ടെ. കറിവേപ്പില ചെറുതായി ഒന്ന് വാടുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, ചെറുതായി ഒന്ന് വാടുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. അത് എണ്ണയിലൊന്ന് മൂക്കട്ടെ. വെളുത്തുള്ളി ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഏകദേശം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കാൽ ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതിൽ കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നമുക്കിതൊന്ന് വഴറ്റാം. ഒരു തക്കാളി എണ്ണയും ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് വഴറ്റി ചട്ടി അടച്ച് വെച്ച് നമുക്ക് വഴറ്റാം. അതിൻ്റെ അടപ്പൊന്ന് തുറക്കാം.
തക്കാളിയൊക്കെ ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് പിഴിപുളി ഒഴിക്കാം. അതുകൊണ്ട് ഒന്ന് കിടന്ന് നല്ല കട്ടിപ്പോയി പുളിയാണ്. അതുകൊണ്ട് കിടന്നൊന്നും ആയിട്ട് കുരുമുളകൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. മസാല തിളയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം, ചെറിയ കപ്പാണ്. വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ചൊരു തിള വരുമ്പോൾ മീൻ കഷ്ണങ്ങൾക്കൊക്കെ ഇടാം. കറിയൊക്കെ ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കാം. നമുക്കിനി മീൻ കഷ്ണം ഓരോന്നായി പെറുക്കിയിടാം. മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നമുക്ക് പെറുക്കിയിടാം. ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിക്കും. കറിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറിയൊക്കെ ചെറുതായി ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. കറിയൊക്കെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. കറിവേപ്പില, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി ഇത് ഇരുന്ന് കുറേ വറ്റും. മത്തി അഥവാ ചാള വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓഫ് ചെയ്ത ശേഷം കുറേ ഇരുന്ന് വറ്റും. ഉപ്പും കൂടെ നോക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മത്തിമുളകിട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കൂ. മത്തി കുരുമുളകിട്ട് വറ്റിച്ച് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.